Dear students, welcome to our maths class. Second degree equations അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠത്തിലെ തുടക്കത്തിലുള്ള കുറച്ച് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടെത്തിയത്. ബാക്കിയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നു. സമചതുരാകൃതിയിലുള്ള ഒരു മൈതാനമുണ്ട്. ആ മൈതാനത്തിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ ഒരു പാത ഉണ്ട്. ആ പാതയും മൈതാനവും രണ്ടും കൂടെ ചേർന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് 1225 ചതുരശ്ര മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ആ മൈതാനത്തിൻ്റെ പരപ്പളവ് എത്രയാണ് എന്നാണ് ചോദ്യം. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ ചുറ്റിലുമായി 2 മീറ്റർ വിഡ്ത്തിൽ ഒരു പാത്ത് പോയിട്ടുണ്ട്. ആ പാത്തും ആ സ്ക്വയർ ഗ്രൗണ്ടും രണ്ടും കൂടെ ചേർന്നതിൻ്റെ ഏരിയ 1225 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൗണ്ടിൻ്റെ മാത്രം ഏരിയ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചുകൊണ്ട് ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് സ്ക്വയർ ആണ്. അപ്പോൾ എല്ലാ സൈഡും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇനി ഇതിനെ ചുറ്റിക്കൊണ്ട് ഒരു പാതയുണ്ട്. ആ പാതയുടെ വിഡ്ത്ത് വീതി എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്ററാണ്. അപ്പോൾ ഇത് 2 മീറ്ററാണ് എല്ലാം. അപ്പോൾ ഈ മൈതാനവും ഈ പാതയും കൂടെ ചേർന്ന വലിയ സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 + x + 2 ആയിരിക്കും. അത് 2 + 2 4 ആയി. 4 + x, അതായത് x + 4 ആയിരിക്കും ഒരു വശത്തിൻ്റെ നീളം. ഓക്കെ. അപ്പോൾ സൈഡ് ഓഫ് എ സ്മോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. സ്മോൾ സ്ക്വയർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മൈതാനമാണ്, ഗ്രൗണ്ടാണ്. ഓക്കെ. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ സൈഡാണെന്ത്? എക്സ്. സൈഡ് ഓഫ് എ ലാർജ് സ്ക്വയർ ഈസ് ഈക്വൽ ടു x + 2 + 2, അതായത് x + 4 ആണ്. ആകെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവാണ് തന്നിരിക്കുന്നത്. അതെന്താണ്? ഏരിയ ഓഫ് എ ലാർജ് സ്ക്വയർ എന്ന് നമ്മൾ എടുക്കുന്നു. അത് 1225 1225 മീറ്റർ സ്ക്വയർ ആണ്, ചതുരശ്ര മീറ്റർ. ഇനി ഏരിയ ഓഫ് എ ലാർജ് സ്ക്വയർ എങ്ങനെ കിട്ടും? സമചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടാൻ സൈഡ് സ്ക്വയർ ആണ്. അപ്പോൾ വലിയ സമചതുരത്തിൻ്റെ ഒരു വശം x + 4 ആയതുകൊണ്ട് x + 4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1225 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x + 4 കിട്ടാൻ ഇസ് ഈക്വൽ ടു √1225 എന്നെടുക്കാം. ഇനി നമുക്ക് 1225ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്താം. 25 അവസാനിക്കുന്ന എല്ലാ സംഖ്യകളുടെയും സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ അവസാനത്തെ അക്കം എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ 25ൻ്റെ വർഗ്ഗമൂലം 5 സ്ക്വയർ റൂട്ട്. അപ്പോൾ 5 എഴുതി. ഇനി 12 ഉണ്ട്. ഈ 12ൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഏറ്റവും വലിയ സ്ക്വയർ വർഗ്ഗം ഏതിൻ്റെ വർഗ്ഗമാണ്? ഏതിൻ്റെ സ്ക്വയർ ആണെന്ന് ആലോചിക്കുക. നമുക്കറിയാം 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9, 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. അപ്പോൾ 12ൽ നിന്ന് നമുക്ക് 4 സ്ക്വയർ കിട്ടില്ല, 3 സ്ക്വയറേ കിട്ടുള്ളൂ. അപ്പോൾ 12ൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ക്വയർ ഏതാണ്? 3ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 3 എന്നിവിടെ എഴുതുക. 3. അപ്പോൾ 35 ആണ് എന്ത്? 1225ൻ്റെ വർഗ്ഗമൂലം, സ്ക്വയർ റൂട്ട്. അപ്പോൾ x + 4 ഈസ് ഈക്വൽ ടു 35 എന്ന് കിട്ടി. എങ്കിൽ x ഈസ് ഈക്വൽ ടു 35 - 4. 35ൽ നിന്ന് 4 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 31 കിട്ടും. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം 31 ആണ്. അതായത് മൈതാനത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 31 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ഗ്രൗണ്ട്, അതായത് ചെറിയ സമചതുരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്രൗണ്ടാണ്, മൈതാനമാണ്. അപ്പോൾ അതിൻ്റെ പരപ്പളവ്, അതിൻ്റെ ഏരിയ കിട്ടാൻ എക്സിൻ്റെ സ്ക്വയർ കാണാം. അപ്പോൾ ഏരിയ ഓഫ് ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു x സ്ക്വയർ. x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 31 സ്ക്വയർ ആണ്. 31 സ്ക്വയർ മീൻസ് 31 × 31. അപ്പോൾ ഇവിടെ 31 കിട്ടി. ഇവിടെ 3 9 കിട്ടി. അപ്പോൾ 961 എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 961 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ ആയിരിക്കും മൈതാനത്തിൻ്റെ പരപ്പളവ്, ഏരിയ ഓഫ് ഗ്രൗണ്ട്. മൂന്നാമത്തെ ചോദ്യം 2, 5, 8 എക്സെട്ര എന്നിങ്ങനെ തുടരുന്ന ഒരു സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500 എന്നാണ് ചോദ്യം. ഓക്കെ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതോ ഒരു ടേമിൻ്റെ സ്ക്വയർ എത്രയാണ്? 2500, 2500 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദാറ്റ് ടേം? ആ പദത്തിൻ്റെ, ആ ടേമിൻ്റെ പൊസിഷൻ എന്താണ്? ഓക്കെ. എത്രാമത്തെ ടേമാണ് ആ ടേം എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ നമുക്ക് ടേം ഏതാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ആ ടേം nth ടേമാണ് അല്ലെങ്കിൽ n-ാം പദം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ n-ാം പദത്തെ നമ്മൾ എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുക? xn കൊണ്ടാണ് സൂചിപ്പിക്കുക. ഓക്കെ.
ആ എക്സ് എന്നിൻ്റെ വർഗ്ഗമാണ് എന്ത് 2500. അപ്പോൾ എക്സ് എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2500 എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് എൻ, അതായത് nth ടേം എന്ന് പറയുന്നത് എന്നാം പദം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 2500ൻ്റെ 2 പൂജ്യങ്ങളുള്ള ഏതൊരു സംഖ്യയുടെയും വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കാണുമ്പം അതിലൊരു 0 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് പകരം നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. ഇനി 25ൻ്റെ സ്ക്വയർ റൂട്ട് കാണാം, വർഗ്ഗമൂലം അത് 5 ആണെന്ന് നമുക്കറിയാം. സോ 5. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സ് എൻ സമം 50 എന്ന് കിട്ടി. അതായത് എന്നാം പദം എത്രയാണ്? 50 എന്ന് കിട്ടി. പക്ഷേ എന്നാം പദത്തിൻ്റെ സ്ഥാനമല്ല അത്, ഓക്കെ, അതിൻ്റെ പൊസിഷൻ അല്ല. എന്നാം പദം അല്ലെങ്കിൽ nth ടേം എത്രയാണ്? 50 ആണെന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ nth ടേം കാണാം. nth ടേം എന്നാം പദം കാണാനുള്ള ഫോർമുല നമുക്കറിയാം. എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ടി. നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്ന പൊതുവ്യത്യാസം. അപ്പോൾ 8ൽ നിന്ന് 5 കുറച്ചാൽ 3 കിട്ടി. അപ്പോൾ 3n പ്ലസ് എഫ് 2 മൈനസ് ഡി. ഡി എത്രയാണ് ഇപ്പം നമുക്ക് കിട്ടി? ഡി ഈസ് ഈക്വൽ ടു 3. അപ്പോൾ 2 മൈനസ് 3, അതായത് 3n മൈനസ് 1 എന്ന് കിട്ടും. ഇതാണ് എക്സ് എൻ. ഈ എക്സ് എൻ ആണെന്ത്? 50. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3n മൈനസ് 1 ഈസ് ഈക്വൽ ടു 50. ഈ മൈനസ് 1 അങ്ങോട്ട് പോയാൽ +1 ആയി. പിന്നെ 3 ഇൻറ്റു n ആയതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. അപ്പോൾ നമുക്ക് n കിട്ടും. n ഈസ് ഈക്വൽ ടു 50 + 1 / 3. 50 + 1 51. 51. 51നെ 3 കൊണ്ട് ഹരിച്ചാൽ, 5നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. പിന്നെ അവിടെ 2 ഉണ്ടാവും. 2 1ൻ്റെ ഇപ്പുറത്തിട്ട് 21 ആയി. 21നെ 3 കൊണ്ട് ഹരിച്ചാൽ 7 എന്ന് കിട്ടും. അപ്പോൾ n ഈസ് ഈക്വൽ ടു 17. 17ാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണെന്ത്? ഈ 2500. 17ാമത്തെ പദം ഏതാണ്? അത് 50 ആണ്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് 2500 സ്ക്വയറായി മാറുന്ന ടേം ഏതാണ്? ആ ടേമിൻ്റെ പൊസിഷനാണ്. അതിൻ്റെ പൊസിഷൻ എത്രയാണ്? 17 ആണ്. അതായത് 17ാമത്തെ ടേമിൻ്റെ സ്ക്വയർ. ഓക്കെ, എക്സ് 17ൻ്റെ സ്ക്വയർ ആണെന്ത്? 2500. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാൻ വേണമെങ്കിൽ എക്സ് 17 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2500 എന്ന് എഴുതാം. അപ്പോൾ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500 എന്ന് ചോദിച്ചതിന് നമുക്ക് എഴുതാം 17ാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500. 4ാമത്തെ ചോദ്യം. വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു പദ്ധതിയിൽ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് 2205 രൂപയായി മാറി. അങ്ങനെയാണെങ്കിൽ എന്താണ് പലിശ നിരക്ക് എന്നാണ് ചോദ്യം. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നൽകുന്ന ഒരു സ്കീമിൽ 2000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ 2 വർഷം കഴിഞ്ഞ സമയത്ത് എന്ത് കിട്ടി? 2205 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നാണ് ചോദ്യം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എത്രയാണ്? അപ്പം നിക്ഷേപിച്ച തുകയെ നമ്മൾ പി കൊണ്ട് സൂചിപ്പിക്കുന്നു. അവസാനം ആ പി ഇൻട്രസ്റ്റും കൂടെ കൂടിയിട്ട് എമൗണ്ടായി മാറും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എ കൊണ്ട് സൂചിപ്പിക്കുന്നു. നമ്പർ ഓഫ് ഇയേഴ്സ്, വർഷങ്ങളുടെ എണ്ണത്തിന് നമ്മൾ n കൊണ്ട് സൂചിപ്പിക്കുന്നു. പലിശ നിരക്കിനെ 6 കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്, 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ എമൗണ്ട് കണ്ടെത്താൻ, അതായത് പലിശ അടക്കമുള്ള, കൂട്ടപലിശ അടക്കമുള്ള അവസാനം കിട്ടുന്ന തുക കണ്ടെത്താനുള്ള ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ഹോൾ റൈസ് ടു n എന്നുള്ള ഫോർമുല. ഇപ്പോൾ ഇവിടെ പറഞ്ഞ സംഗതിയിൽ ഈ 6 ഒഴികെയുള്ള ബാക്കിയെല്ലാം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈ ഫോർമുലയിൽ കൊടുക്കുന്നു. എന്നിട്ട് അവിടുന്ന് r-ൻ്റെ വില കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ a സമം p ഇൻറ്റു 1 + r/100 ഹോൾ റൈസ് ടു n ആണെങ്കിൽ അതിനെ നമുക്ക് നേരെ തിരിച്ചു എഴുതാം. അതായത് p ഇൻറ്റു 1 + r/100 ഹോൾ റൈസ് ടു n ഈസ് ഈക്വൽ ടു a എന്ന് എഴുതാം. p കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2000. അപ്പോൾ 2000 ഇൻറ്റു 1 + r/100 റേസ് ടു n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, അത് 2 തന്നിട്ടുണ്ട്, സമം a 2205 എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ ബ്രാക്കറ്റിലുള്ളത് മാത്രം ഇവിടെ വെച്ച് ബാക്കി മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോയാൽ 1 + r/100 ഹോൾ റേസ് ടു 2 ഈക്വൽ ടു 2205 ഹരിക്കണം ബൈ 2000 എന്നായി മാറും. ഇനി നമുക്ക് 1 + r/100 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ റൂട്ട് കാണും.
പക്ഷേ ഇതിൽ 2205 റൂട്ടില്ല, 2000 റൂട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക. അംശത്തെയും ഛേദത്തെയും ഏതെങ്കിലും പറ്റുന്ന സംഖ്യ കൊണ്ട് ഹരിച്ചിട്ട് എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ലഘൂകരിക്കുക. അങ്ങനെ ലഘൂകരിച്ചതിന് ശേഷം സ്ക്വയർ റൂട്ട് കാണും. അപ്പോൾ ഇവിടെ 2205നെയും 2000ത്തെയും നമുക്ക് ഇത് 5-ൽ അവസാനിക്കുന്നു, ഇത് 0-ൽ അവസാനിക്കുന്നു. അപ്പോൾ രണ്ടിനെയും നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അങ്ങനെ 5 കൊണ്ട് ഹരിച്ചാൽ 22-ൽ 4 5 20, പിന്നെ 2 ബാക്കിയുണ്ടാവും, 2ഉം 0 കൂടെ 20ആയി. 20നെ നമ്മൾ വീണ്ടും 5 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. ഇവിടെ 5 മാത്രം ബാക്കിയാവും, 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. ഇവിടെ അതേപോലെ തന്നെ 20നെ 5 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. പിന്നെ 2 പൂജ്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, ആ 0 കൂടി ഇവിടെ എഴുതുക. അപ്പോൾ 400 കിട്ടി. 441/400 എന്ന് കിട്ടി. അപ്പോൾ ഇത് എന്തായി മാറി, 441/400ആയി. 441-ന് ഒരു വർഗ്ഗമൂലമുണ്ട്, അത് 21ആണ്. 400-നൊരു വർഗ്ഗമൂലമുണ്ട്, അത് 20ആണ്. അങ്ങനെയാണെങ്കിൽ 1 + r/100 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഏത് 441/400 എന്നെഴുതാം. 441 റൂട്ട് സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗ്ഗമൂലം എത്രയാണ്, 21ആണെന്ന് പറഞ്ഞു. 400ൻ്റെ വർഗ്ഗമൂലം 20 ആണെന്നും പറഞ്ഞു. ഓക്കെ, 1 + r/100 ആണ് ഇത്. എങ്കിൽ r/100 മാത്രം നമുക്ക് ഇവിടുന്ന് കാണാം. r/100 ഈസ് ഈക്വൽ ടു 21/20. ഇത് +1 ആണ്, പോസിറ്റീവ് 1 ആണ്. ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ -1 ആവും. അപ്പോൾ -1 എന്നെഴുതാം. ഇതിനെ നമുക്കിനി മാറ്റാം. എങ്ങനെ, 20 × 1 20 ആയി മാറും. അപ്പോൾ 21 ആദ്യം എഴുതി, -20 × 1 20. അപ്പോൾ 21 - 20 ബൈ ഹോൾ ഡിവൈഡഡ് ബൈ നീട്ടി വരച്ചിട്ട് അതിൻ്റെ താഴെ എന്ത് ചെയ്താൽ 20 മാത്രം എഴുതാം. 21 - 20 എത്രയാണ്, 1 ആണ്. അപ്പോൾ 1/20 എന്ന് കിട്ടും. അതായത് r/100 എന്ന് പറഞ്ഞാൽ 1/20 ആണ്. ഇവിടെ എന്ത് ചെയ്തു, 20 × -1, അപ്പോൾ -20 ആയി. ആദ്യമുള്ളത് 21, അത് അവിടെ എഴുതുക, -20 പിന്നെ എഴുതുക. ഇത് ഇങ്ങോട്ട് ഗുണിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മാത്രം ഛേദമാണ്, 21ൻ്റെ മാത്രം ഡിനോമിനേറ്ററാണ്. പക്ഷേ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കോമൺ ഡിനോമിനേറ്ററായി മാറി. അപ്പോൾ ഹോൾ ഡിവൈഡ് ബൈ 20, ഓക്കെ, ബൈ 20, അതാണ് 1/20 ആയി മാറിയത്. അപ്പോൾ r/100 ഈസ് ഈക്വൽ ടു 1/20 ആണെങ്കിൽ r ഈസ് ഈക്വൽ ടു ഈ റൈറ്റ് സൈഡിലുള്ള 1/20 നമ്മളവിടെ എഴുതുന്നു, ബൈ 100 എന്നുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, × 100 എന്നായി മാറും. അപ്പോൾ 1 × 100 എന്ന് പറഞ്ഞാൽ 100, 100. 100നെ 20 കൊണ്ട് ഹരിക്കുക. 100നെ 20 കൊണ്ട് ഹരിച്ചാൽ 100-ൽ 5 20 ഉണ്ട് നമുക്കറിയാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 5. അപ്പോൾ r ഈസ് ഈക്വൽ ടു 5. അപ്പോൾ പലിശ നിരക്ക് എത്രയാണ്, 5%. അപ്പോൾ അവസാനം നമുക്ക് എഴുതാം, പലിശ നിരക്ക് സമം 5%. റേറ്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 5% എന്ന് നമുക്ക് എഴുതി വെക്കാം. ഇനി ഇവിടെ 400ൻ്റെ റൂട്ട് 20 ആണെന്നും 441ൻ്റെ റൂട്ട് 21 ആണെന്നും ഞാൻ പറഞ്ഞു. അത് കുറച്ച് സംഖ്യകളുടെയൊക്കെ സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ട്സും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് നമുക്ക് വളരെ വേഗം എഴുതാം. ഇനി കണ്ടുപിടിക്കാനുള്ള ചില മാർഗ്ഗങ്ങൾ കൂടി ഞാൻ പറയാം. ഇപ്പോൾ 400 ആണെന്ന് വിചാരിക്കാം. 400-ൽ ഈ വലത് ഭാഗത്ത് 2 പൂജ്യങ്ങളുള്ളത് കൊണ്ട് അതിൻ്റെ സ്ക്വയർ റൂട്ടിൽ വർഗ്ഗമൂലത്തിൽ 1 പൂജ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ 0 ഇട്ടിരിക്കുന്നത്. ഇനി ഈ 4 മാത്രം ബാക്കിയാവും. 4-ൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഏറ്റവും വലിയ വർഗ്ഗം സ്ക്വയർ എന്ന് പറഞ്ഞ് 2ൻ്റെ സ്ക്വയറാണ്. 2² = 4. അപ്പോൾ ഇവിടെ 2 എഴുതി. അങ്ങനെ ഈ 400ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് കിട്ടി, 20 ആണെന്ന് കിട്ടി. ഇനി ഈ 441ൻ്റെ സ്ക്വയർ റൂട്ട് 21 ആണെന്ന് കിട്ടാൻ എന്ത് ചെയ്യാം, പല മാർഗ്ഗങ്ങളുണ്ട്. അതിലൊന്ന്, ഈ 400ൻ്റെ സ്ക്വയർ റൂട്ട് 20 ആണെങ്കിൽ 441 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മേലുള്ള ഏതെങ്കിലും സംഖ്യയുടേതായിരിക്കും എന്ന് മനസ്സിലാക്കുക. പിന്നെ 1-ൽ അവസാനിക്കുന്നത് കൊണ്ട് അത് 1-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ വർഗ്ഗമോ അല്ലെങ്കിൽ 9-ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗ്ഗമോ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 21 × 21 ചെയ്ത് നോക്കിയാൽ 441 കിട്ടും. അല്ല 29 × 29 ചെയ്ത് നോക്കുക, 441 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അത് രണ്ടും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 21 ആണ് കിട്ടുക എന്ന് മനസ്സിലാവും. അങ്ങനെ നമുക്ക് 21 കണ്ടെത്താം. ഓക്കെ, പിന്നെ പൊതുവായി ചില ഐഡിയാസ് ഉണ്ട്. സാധാരണഗതിയിൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ ഒരു 4 ഡിജിറ്റ് അല്ലെങ്കിൽ 5 ഡിജിറ്റ് മാക്സിമം ഉള്ള 4 അക്ക സംഖ്യകൾ 5 അക്ക സംഖ്യകളുള്ള സംഖ്യകളുടെ വർഗ്ഗമൂലമായിരിക്കും നിങ്ങൾക്ക് കാണേണ്ടി വരിക. അതിനൊക്കെ വർഗ്ഗമൂലം കാണാനുള്ള പൊതുവായ ചില ഐഡിയാസ് ഉണ്ട്. അത് ഞാനൊന്ന് പറയാം, ശ്രദ്ധിക്കുക. ഇപ്പോൾ 1ൻ്റെ വർഗ്ഗം 1, 9ൻ്റെ വർഗ്ഗം 81. അപ്പോൾ ഒരു സംഖ്യ 1-ലോ 81-ലോ അവസാനിക്കുന്നുവെങ്കിൽ അതിൻ്റെ വർഗ്ഗമൂലം
സ്ക്വയർ റൂട്ട് എന്തായിരിക്കും 1 ആവാം അല്ലെങ്കിൽ 9 ആവാം, അല്ലെങ്കിൽ 1-ൽ അവസാനിക്കാം 9-ൽ അവസാനിക്കാം. ഓക്കെ. ഇനി ഒരു സംഖ്യ 4-ൽ അവസാനിക്കുന്നു, 4-ൽ അവസാനിക്കും, ഇത് രണ്ടും 4-ലാണ് അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം കാണുമ്പം ആ വർഗ്ഗമൂലത്തിലെ അവസാനത്തെ അക്കം എന്തായിരിക്കും? ഒന്നുകിൽ 2 ആവാം അല്ലെങ്കിൽ 8 ആവാം. ഒരു സംഖ്യ 9-ൽ അവസാനിക്കുന്നു, ഇപ്പോൾ ഇത് രണ്ടും 9-ലാണ് അവസാനിക്കുന്നത് എങ്കിൽ അതിൻ്റെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് കാണുമ്പോൾ അതിൻ്റെ അവസാനത്തെ അക്കം ഒന്നുകിൽ 3 ആയിരിക്കും അല്ലെങ്കിൽ 7 ആയിരിക്കും. ഒരു സംഖ്യ 25-ൽ അവസാനിക്കുന്നു അല്ലെങ്കിൽ 5-ൽ അവസാനിക്കുന്നു, അപ്പോൾ അതിന് വർഗ്ഗമൂലം ഉണ്ടെങ്കിൽ, സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ ആ സ്ക്വയർ റൂട്ട് എന്തിലാണ് അവസാനിക്കുക? 5-ലാണ് അവസാനിക്കുക. ഒരു സംഖ്യ 6-ൽ അവസാനിക്കുന്നു എങ്കിൽ അതിന് സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ, വർഗ്ഗമൂലം ഉണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തെ അക്കം ഏതായിരിക്കും? 4 ആയിരിക്കും, അതല്ലെങ്കിൽ 6 ആയിരിക്കും. അപ്പോൾ എങ്ങനെ കണ്ടെത്തുന്നുള്ളതിന് ചില എക്സാമ്പിൾസ് ഞാൻ ഇവിടെ പറയാം. ഇപ്പോൾ ഇവിടെ 324 തന്നു, 18ൻ്റെ സ്ക്വയറാണത് 324. അപ്പോൾ 324-ലെ സ്ക്വയർ റൂട്ട് കണ്ടാൽ നിങ്ങൾക്ക് എത്ര കിട്ടണം? 18 കിട്ടണം. എങ്ങനെയാണ് 18-ലേക്ക് നമ്മൾ വരുന്നത് നോക്കാം. ഇവിടെ 4-ൽ അവസാനിക്കുന്നതുകൊണ്ട് സ്ക്വയർ റൂട്ടിൻ്റെ അവസാനത്തെ അക്കം ഒന്നുകിൽ 2 ആയിരിക്കും അല്ലെങ്കിൽ 8 ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ അക്കം എഴുതി വെക്കുന്നു, 2 അല്ലെങ്കിൽ 8. ഇനി ഈ 2 അക്കം കഴിച്ചിട്ട് ബാക്കിയുള്ളത് 3 ആണ്. ആ 3-ൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ക്വയർ ഏതാണെന്ന് നോക്കുക. 1-ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമ്മളിവിടെ 1 എഴുതി. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 324-ൻ്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എത്രയായിരിക്കും? ഒന്നുകിൽ 12 ആയിരിക്കും അല്ലെങ്കിൽ 18 ആയിരിക്കും. ശരിക്ക് കിട്ടേണ്ടത് എത്രയാണ്? 18 ആണ്. അപ്പോൾ 18-ലേക്ക് നമ്മൾ എങ്ങനെ വരും നോക്കാം. ഇവിടെ കിട്ടിയത് 1 ആയതുകൊണ്ട് 1 ഇൻറ്റു അടുത്ത കൗണ്ടിങ് നമ്പർ എണ്ണസംഖ്യ എഴുതുക. അതെത്രയാണ്? 2. അപ്പോൾ 1 ഇൻറ്റു 2 സമം 2 എന്ന് കിട്ടി. ഓക്കെ. ഈ 2-നേക്കാൾ വലുതാണോ ഇവിടെയുള്ള സംഖ്യ എന്ന് നോക്കുക, അല്ലെങ്കിൽ ചെറുതാണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെയുള്ള ഏതാണ്? 3 ആണ്. 3 ഈ 2-നേക്കാൾ വലുതാണ്. വലുതാണെങ്കിൽ ഈ 2 എണ്ണത്തിൽ വലുതെടുക്കുക, സ്ക്വയർ റൂട്ട് കിട്ടും. അപ്പോൾ 324-ൻ്റെ സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എത്രയാണ്? 18 ആണ്. നമ്മൾ ഇതാണ് എടുക്കുന്നത്. ഇനി 324 പകരം 144 തന്നതെങ്കിലോ? നമുക്കറിയാം 12-ൻ്റെ സ്ക്വയറാണ് 144. അപ്പോൾ 144-ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ എന്ത് കിട്ടണം? 12 കിട്ടണം. 4-ൽ അവസാനിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അല്ലെങ്കിൽ വൺസ് പ്ലേസ് അവസാനത്തെ ഡിജിറ്റ് എന്തായിരിക്കണം? ഒന്നുകിൽ 2 ആയിരിക്കണം അല്ലെങ്കിൽ 8 ആയിരിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞു. പിന്നെ ഈ സംഖ്യയാണുള്ളത്. ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വർഗ്ഗം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മളിവിടെ 1 എഴുതി. അപ്പോൾ ഒന്നുകിൽ 12 ആയിരിക്കും അല്ലെങ്കിൽ 18 ആയിരിക്കും. നമുക്ക് 1 കിട്ടിയത് കൊണ്ട് 1 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഈ 2-നേക്കാൾ ചെറുതാണ് ഇത് 1. അപ്പോൾ ഈ 2 എണ്ണത്തിൽ ചെറുതായ 2 നമ്മൾ എടുക്കുന്നു. അപ്പോൾ 144-ൻ്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗ്ഗമൂലം എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ 441-ൻ്റെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് 21 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ് 21 കിട്ടിയെന്ന് നമുക്ക് നോക്കാം. 441 എന്ന സംഖ്യ 1-ൽ അവസാനിക്കുന്നു. അങ്ങനെ 1-ൽ അവസാനിക്കുന്നതുകൊണ്ട് അതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ അവസാനത്തെ അക്കം ഒന്നുകിൽ 1 ആവാം അല്ലെങ്കിൽ 9 ആവാം. അപ്പോൾ ഈ 2 അക്കങ്ങൾ കഴിച്ച് പിന്നെ ബാക്കിയുള്ളത് 4 ആണ്. ആ 4-ൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗം എന്ന് പറയുന്നത് 2-ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഒന്നുകിൽ 21 ആവാം അല്ലെങ്കിൽ 29 ആവാം. അപ്പോൾ ഇവിടെ 2 കിട്ടിയതുകൊണ്ട് 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 6 എന്ന് എഴുതാം. ഓക്കെ. ഇനി ഈ സംഖ്യ 4 6-നേക്കാൾ ചെറുതാണ്. 6-നേക്കാൾ ചെറുതായതുകൊണ്ട് ഈ 2 എണ്ണത്തിൽ ചെറുതെടുക്കുക, 21. അപ്പോൾ 21-ൻ്റെ വർഗ്ഗമാണത് 441. അപ്പോൾ 441-ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 21 ആണ്. സ്ക്വയർ റൂട്ട് 21 ആണ്. ഈ രീതിയിൽ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടെത്താം. സാധാരണ രീതിയിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള 4 ഡിജിറ്റ് 5 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയൊക്കെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഡിയർ സ്റ്റുഡൻസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അല്ലെങ്കിൽ 2ാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠത്തിലെ ആദ്യത്തെ എക്സസൈസിലുള്ള മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഇതോടുകൂടി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് അപ്പു മാത്സ് ആൻഡ് സീ യു നെക്സ്റ്റ് ഡേ.